ഒരുപാട് വിഷമിച്ചെങ്കിലും ബാലേട്ടൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. അവസാന സമയം അച്ഛൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിറവേറ്റാനും കഴിഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ബാലേട്ടൻ്റെ മക്കൾ വളർന്നു കേട്ടോ. അവർ രണ്ടുപേരും പഠിക്കുകയാണ്. അച്ഛനെ പോലെ സഹായ മനസ്സുള്ള മക്കളാണ് കേട്ടോ. ആരുടെ വിഷമം കേട്ടാലും അവർക്ക് വേഗം മനസ്സലിയും. അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളെല്ലാം അവർ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇന്ന് ആ വീട്ടിൽ അവർക്ക് ഒരു അച്ഛമ്മ മാത്രമല്ല കേട്ടോ, 2 അച്ഛമ്മമാരവിടെയുണ്ട്. അന്നത്തെ പ്രശ്നങ്ങൾക്കൊടുവിൽ ബാലേട്ടൻ്റെ അമ്മ തീരുമാനമെടുത്തു. അച്ഛൻ്റെ 2ാം ഭാര്യയെ അവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല. അവരും മകളും ഇവിടെ വന്ന് താമസിക്കട്ടെ. അവരെ അങ്ങനെ അവിടെ നിർത്തുന്നത് അച്ഛൻ്റെ ആത്മാവ് പോലും പൊറുക്കില്ല. അച്ഛനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മകളെയും ഭാര്യയെയും എനിക്ക് വെറുക്കാനാകില്ല. അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത്. ഈ 2 അമ്മമാരെയും പൊന്നു പോലെയാണ് കേട്ടോ രാധിക നോക്കുന്നത്. രാധികയ്ക്ക് അവരോട് 2 പേരോടും യാതൊരു വേർതിരിവുമില്ല, ഒരുപോലെയാണ്. രാധികയാണ് ആ വീടിൻ്റെ വെളിച്ചം. ആ വീട്ടിൽ എല്ലാവർക്കും രാധികയോട് ഇപ്പോഴും ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. രാധികയുടെ അച്ഛന് നമ്മുടെ ബാലേട്ടനോടുള്ള എല്ലാ പരിഭവങ്ങളും പരാതികളും മാറി. ഇന്ന് അദ്ദേഹത്തിന് ബാലേട്ടനോട് വളരെ സ്നേഹവും ബഹുമാനവുമാണ്. ബാലേട്ടന് തിരിച്ചും അങ്ങനെ തന്നെയാണ്. പിന്നെ ബാലേട്ടൻ്റെ അനിയൻ സുധി വിവാഹിതനായി. അവർക്കൊരു കുട്ടിയുമുണ്ട് കേട്ടോ. ബാലേട്ടൻ തൻ്റെ അച്ഛന് കൊടുത്തിരുന്ന ഉറപ്പ് വെറുതെ അല്ലായിരുന്നു. ബാലേട്ടൻ തൻ്റെ 2ാം അമ്മയോട്, അതായത് ബാലേട്ടൻ്റെ അച്ഛൻ്റെ 2ാം ഭാര്യയോട് പറഞ്ഞു, നമുക്ക് രേവതി മോളെ ഒരു ഡോക്ടറാക്കണം. കാരണം അവൾക്ക് പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. എത്ര പൈസ ആയാലും വേണ്ടിയില്ല, നമുക്ക് അവളെ ഡോക്ടറാക്കണമെന്ന് പറഞ്ഞു. ബാലേട്ടൻ്റെ അമ്മയും ബാലേട്ടൻ്റെ ഒപ്പമുണ്ടായിരുന്നു. അങ്ങനെ ബാലേട്ടൻ രേവതിയെ പഠിപ്പിച്ചു. രേവതി ഇന്ന് വലിയ അറിയപ്പെടുന്ന ഡോക്ടറാണ് കേട്ടോ. ഇന്ന് ഇതെല്ലാം കണ്ട് തൻ്റെ അച്ഛൻ്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും എന്നാണ് ബാലേട്ടൻ്റെ മനസ്സ് പറയുന്നത്. രേവതിയെ ഡോക്ടറാക്കിയതിൻ്റെ പിന്നിൽ ബാലേട്ടൻ മാത്രമല്ല കേട്ടോ, സുധിയും ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൻ്റെ തന്നെ പ്രയത്നമായിരുന്നു. അവർ ഇന്ന് വളരെ ഒത്തൊരുമയോടെ കൂടിയാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ബാലേട്ടൻ്റെ അമ്മയും ബാലേട്ടൻ്റെ 2ാം അമ്മയും, അതായത് ബാലേട്ടൻ്റെ അച്ഛൻ്റെ 2ാം ഭാര്യയും ചേച്ചി അനിയത്തിമാരെ പോലെയാണ് കേട്ടോ ആ വീട്ടിൽ ജീവിക്കുന്നത്. അവർ തമ്മിൽ ഭയങ്കര ഒത്തൊരുമയും ഐക്യവുമാണ്. രേവതി കല്യാണമെല്ലാം കഴിഞ്ഞു. രേവതി കല്യാണം കഴിച്ചതും ഒരു ഡോക്ടറെ തന്നെയായിരുന്നു. ഒരു കുഞ്ഞൊക്കെയായി സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. ബാലേട്ടൻ്റെ മൂത്ത മകൾ ഒരു ഡോക്ടറാണ് കേട്ടോ, ആയുർവേദ ഡോക്ടറാണ് കേട്ടോ. ബാലേട്ടൻ്റെ 2ാമത്തെ മകൾ പഠിക്കുകയാണ്. മക്കൾ ഇന്നും അച്ഛനെ പോലെ ഭയങ്കര സഹായികളാണ്. ബാലേട്ടൻ്റെ പെങ്ങൾ കവിത ഒരു സ്കൂൾ മാഷെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. അവരും വളരെ സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് പോവുകയാണ്. പിന്നെ അവരുടെ അച്ചുമാമ എപ്പോഴും തുമ്മലായിരുന്നു. അലർജി ആണെന്ന് കരുതി വല്ലാതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നീടാണ് ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുകയും അസുഖം ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു. ബാലേട്ടൻ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്ത് കേട്ടാലും ഓടിപ്പുറപ്പെടും. എല്ലാവർക്കും ഒരു സഹായിയാണ്. ഇപ്പോഴും ലീവിന് നാട്ടിൽ വരുമ്പോൾ ബാലേട്ടൻ്റെ എടുത്തു വരാറുണ്ട് കേട്ടോ മുസ്തു. ബാലേട്ടൻ്റെ ഈ ചങ്ങാതിക്കൂട്ടം എന്നും ബാലേട്ടൻ്റെ കൂടെ തന്നെയാണ്. ഇവരുടെയൊക്കെ കൂടെയുള്ള ആ ജീവിതമാണ് ബാലേട്ടൻ്റെ ജീവിതം. അതാണ് ബാലേട്ടന് സന്തോഷവും.